നാണമില്ലേ കിടന്ന് ന്യായീകരിക്കാൻ? ഞാനതാ ആലോചിച്ച് നോക്കുന്നത്. നാണമില്ലേ, ബുദ്ധിയില്ലേ, വിവരമില്ലേ, ബോധമില്ലേ? ലേശം വിവരം ബോധവും നാണവും ഉളുപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ ലക്ഷ്മീനെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കില്ല. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ന്യായീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് പേര്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ അത്തരത്തിലുള്ള ചില്ലറ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഈ ലക്ഷ്മീനെ ന്യായീകരിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് എന്താണ് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അവരതിനെ അവരുടെ അഭിപ്രായം പറഞ്ഞതിന് ഇത്രയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, അവരതിനെ ആരും എന്താണ് അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് മാറണമെന്നോ അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ അതില നൂറിനെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യണമെന്നോ പറഞ്ഞിട്ട് ആരും അവരെ നിർബന്ധിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ആളുകൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കാഴ്ചപ്പാടുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു പരിപാടിയല്ലല്ലോ ചെയ്തത്. ഒരു ഒരു കാരണമില്ലാതെ അവിടെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വന്നിട്ട് അവർ അങ്ങോട്ട് ആദില നൂറിനെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അവരങ്ങോട്ട് അടിച്ചിരുത്തുന്ന ലെവലിൽ അങ്ങ് സംസാരിക്കുകയാണ്. വളരെ റൂഡായിട്ട് ഹാർഷായിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. വീട്ടിൽ കയറ്റാൻ വേണ്ടി കൊള്ളാത്തവരാണെന്നുള്ളൊരു കൈൻഡ് ഓഫ് ബ്ലഡി ടോക്കാണ് അവർ കൊണ്ടുവന്നിട്ട് ഇട്ടത്. എന്ത് കാര്യത്തിന്? അവിടെ എന്താണ് അതിന് അങ്ങനെ പറയാൻ മാത്രം എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായത്? അവരിത് പറയാനായിട്ട് വന്ന് പറഞ്ഞ പോലെയല്ലേ, ആക്ഷേപിക്കാനായിട്ട് അങ്ങ് വന്ന് ആക്ഷേപിച്ച പോലെ ഒരു പരിപാടിയല്ലേ അവർ ചെയ്തത്. അപ്പോൾ അവർ ചെയ്ത ആ ആക്ടിനെയാണ് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഒരു റൂഡായിട്ടുള്ള ആക്ടിനെയാണ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവരുടെ കാഴ്ചപ്പാട് അവരുടെ മനസ്സിൽ വയ്ക്കാൻ അവർക്ക് അങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആക്ഷേപിക്കാനുള്ള റൈറ്റ്സ് ഒന്നും അവർക്കെന്നല്ല, ആർക്കുമില്ല. ആരെയും ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്ത് കാര്യത്തിന്? ആദില നൂറ് എന്ത് ഇവരെ പിടിച്ച് കടിച്ചാൽ ഒരു ഉപദ്രവത്തിനും പോയിട്ടില്ല. ആൾക്കാരെയും ഉപദ്രവിക്കുന്ന, അതായത് സമൂഹത്തിനും ദോഷമാവുന്നില്ല. അവരെയും ഉപദ്രവിക്കാൻ വേണ്ടി പോയിട്ടില്ല. ആ ഹൗസിൻ്റെ അകത്താണെങ്കിൽ അവർ മര്യാദയ്ക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് അവർ ജീവിക്കുന്നുമുണ്ട്. എന്താണ് ഈ പറഞ്ഞ ജോലി ഇല്ലാത്ത ആൾക്കാർ എന്നൊക്കെയുള്ള രീതിയിലൊരു ടോക്കൊക്കെ ഈ പറഞ്ഞ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെയാണ് ആൾക്കാർക്ക് ട്രിഗറായത്. അതുകൊണ്ടാണ് ആൾക്കാർ അവരെന്നെ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യുന്നത്. രണ്ട് പിള്ളേർ അവർ സ്വന്തമായിട്ട് എന്താണ് ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത്. വിപ്രലം കണ്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. സോ വലിയ പൊസിഷനിലൊക്കെയാണ് അവർ, അന്തസ്സോട് കൂടിയിട്ട് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ ലക്ഷ്മി പറഞ്ഞതിന് എന്ത് അടിത്തറയാണ് ആക്ച്വലി ഉള്ളത്? അപ്പോൾ വന്ന് നിന്നങ്ങ് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ലക്ഷ്മീനെ ആരും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. ഇനി എന്താണ് ഇത് ഇപ്പോഴും അവർ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിൽ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും നാണമില്ലേ? നിങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ബോധവും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി മനസ്സും കണ്ണുമൊക്കെ നിറഞ്ഞു. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ, വല്ലാത്തൊരു ഹാപ്പിനെസ് ഒക്കെ തോന്നുന്നുണ്ട്. രോമൊക്കെ എണീറ്റ് വന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. അത് ചെറിയ ഇങ്ങനെ എന്നുള്ള ഡാൻസ് ഒന്നും അല്ല കളിക്കുന്നത്, നല്ല ഡാൻസാണ് കളിക്കുന്നത്. ടിങ്കട്ട ക്ഷീണമെന്ന് പറയാത്ത തരത്തിലുള്ള ഡാൻസാണ് കളിക്കുന്നത്. കാരണം അച്ചാതി രോമാഞ്ചിഫിക്കേഷൻ. ലാലേട്ടൻ വന്നു തകർത്താടി. ലാലേട്ടൻ മനസ്സ് തട്ടി പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. ഇവർ ഭയങ്കരമായിട്ട് ചൂടായി. എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ തൂക്കി. ലാലേട്ടൻ എന്താ പറഞ്ഞത്? ലാലേട്ടൻ വന്ന് ചോദിച്ചു, ആരെയാണ് ഇവിടെ വീട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് പറ്റാത്തത്? അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ ചോദിച്ചു. ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ലാലേട്ടൻ പവറായി. ലാലേട്ടനുള്ള റെസ്പെക്റ്റ് ആൾക്കാർക്ക് കൂടി. ആദില നൂറ് അവിടെ അങ്ങ് കയറി. അവരങ്ങ് അവിടെ എന്താ പറയുക, അവരത്രയും അംഗീകരിക്കപ്പെട്ട ആൾക്കാരായി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അവർ വളരെ പോസിറ്റീവ് ആവുകയാണ് ചെയ്തത്. അവർക്ക് വളരെ സന്തോഷവും തോന്നി. അത് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ സമയത്ത് നൂറ ഇങ്ങനെ കൈകൂപ്പിയിട്ട് താങ്ക്സ് പറയുകയാണ് ചെയ്യുന്നത്. അവരൊരുപാട് അവരാഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ. അവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിലുള്ളൊരു അംഗീകാരമൊക്കെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടനെ പോലെ ഒരാൾ അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് അത്രയും ഒരു സന്തോഷവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു വികാരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നൂറയുടെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആദിലയുടെ ആ സമയത്തുള്ള ഒരു അവർ ക്യാമറ ഫോക്കസ് ചെയ്ത സമയത്ത് അവരുടെ ആ ഒരു സന്തോഷം നമുക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കപ്പ് അവർക്ക് ഇനിയിപ്പോൾ ഇവർ ഇതിൽ വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കപ്പാണ് ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അവർക്ക് കൊടുത്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലക്ഷ്മി കടന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കര ന്യായീകരണം. അവരോടൊന്ന് പറയുന്നുണ്ടോ, എനിക്ക് എതിർപ്പുണ്ട്, എനിക്ക് ഇതിനെ നോർമലൈസ് ചെയ്ത് കാണുന്നതിനോട് യാതൊരു താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. താല്പര്യമില്ലെങ്കിൽ വരണ്ട, അവരെന്തിന് വന്ന്? എനിക്കതാണ് മനസ്സിലാവാത്തത്. എന്തിനു വന്നു ഇതിൻ്റെ അകത്തേക്ക്? എന്നാൽ പിന്നെ വരാതിരുന്നൂടെ? അല്ലെങ്കിൽ ഇത്രയും ആട്ട് കിട്ടിയതിന് ശേഷം അവർക്ക് ഇറങ്ങി പൊയ്ക്കൂടെ?
അതിലെ നൂറിന് എന്തായാലും അവർ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല ഈ ഒരു കാരണം കൊണ്ട്. അത്ര പൊട്ടന്മാരൊന്നുമല്ല ബിഗ് ബോസോ അല്ലെങ്കിൽ പ്രേക്ഷകരൊന്നും. അവരവിടെ തന്നെ നിൽക്കും. ലക്ഷ്മിക്ക് വയ്യെങ്കിൽ പോയിക്കോ, അത്രേ പറയാനുള്ളൂ. ലക്ഷ്മിക്ക് വയ്യെങ്കിൽ പോയിക്കോ, അവിടെ നിൽക്കണമെന്ന് ആർക്കും നിർബന്ധമില്ല. അവിടുത്തെ ഹൗസ് മേറ്റ്സിന് പോലും ലക്ഷ്മി അവിടെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇറങ്ങി പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. എന്ത് നോർമലൈസ് ചെയ്യുന്നു? ഓക്കെ, എന്നാൽ പിന്നെ ഒരു 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 കാരണം പറയണ്ടേ കൃത്യമായിട്ട്? ഒരു കാരണവും ഇല്ല ഇവർക്ക് പറയാൻ. എന്തിനാണ് ഇവർ എതിർക്കുന്നത്? എന്തിനാണ് ആ തരത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരം എന്തിനാണ് അവർ സംസാരിച്ചത്? അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പോയിന്റ് കൃത്യമായിട്ട് പറയാനുണ്ടോ? ഒന്നുമില്ല. അവരാകെ പറഞ്ഞത് നോർമലൈസ് ചെയ്ത് കാണുന്നതിനോട് അവർക്ക് യോജിപ്പില്ല എന്നുള്ളൊരു സംഭവം മാത്രമാണ്. ആ ഒരു തൊലിഞ്ഞ ന്യായീകരണമൊക്കെ കക്കൂസിലിട്ട് ഫ്ലഷ് ചെയ്താൽ മതി. ഒരു മൂല്യമില്ലാത്തൊരു നിലപാടാണ് അവർ ആക്ച്വലി പറഞ്ഞത്. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ പറയാൻ? ഒന്നുമില്ല. പിന്നെ അവർ പറയുന്നത് എന്താണ്, ആളുകൾ എന്താണ് ഇവരുടെ മക്കൾ കാണുന്ന ഷോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ സാധ്യത. എന്ത് ഇൻഫ്ലുവൻസ് ആവുന്ന പറയുന്നത്? ഇത്രയും വിവരം ബോധവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ? അറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ പറഞ്ഞ എന്താ പറയുക, അവനവൻ്റെ സെക്ഷുവാലിറ്റി ഒക്കെ എങ്ങനെയാണെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത്? ഒരിക്കലും നടക്കാത്തൊരു കാര്യമല്ലേ അത്. ഇപ്പം അതിലൂടെ കൃത്യമായിട്ട്, അതാണ് അവരോട് എനിക്ക് റെസ്പെക്ട് തോന്നിയത്. അവർ കൃത്യമായിട്ട് അവരുടെ നിലപാട് അവർ പറഞ്ഞു. അല്ലെങ്കിൽ നിലപാടല്ല, അവരവിടെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ഒരു എക്സ്പ്ലനേഷൻ അവിടെ പറയുന്നുണ്ട്. അവർ എന്താണ് പറയുക, ആരെയും കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ആയതല്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്നു, പ്രായപൂർത്തിയാകുന്നു, അവർക്ക് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ലൈക്ക് എന്താ പറയുക, ഒരു ഫീമെയിലിനോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രേമം തോന്നുന്ന ഒരു ചിന്തയൊക്കെ അവർക്ക് വരാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അവർ ലെസ്ബിയനാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നത് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്നൊരു കാര്യമാണത്. അല്ലാണ്ട് അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആവുന്നതല്ല. അവർ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ വല്ലത് ലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഞാനാണ്, എനിക്ക് ഓപ്പോസിറ്റ് സെക്സ്, അതായത് സ്ത്രീകളോടാണ് എനിക്ക് അട്രാക്ഷൻ തോന്നുന്നത്. അതിപ്പോൾ ഞാനിപ്പോൾ ഗേ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇടപഴകി അവരുടെ അപ്പോൾ ഒരു മാസം നിന്നെന്ന് പറഞ്ഞിട്ട് എനിക്കൊരിക്കലും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്ന് പറയുന്നൊരു സംഗതി നടക്കണ കാര്യമില്ല. ഇപ്പം ഞാനൊക്കെ UAE പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേരൊക്കെ ഗേ ആയിരുന്നു. അവരോടൊപ്പം നമ്മൾ ഇടപഴകുകയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അവരുടെ വഴി, നമ്മൾ നമ്മുടെ വഴി. നമ്മളവരുടെ കൂടെ അങ്ങ് കൂടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരിക്കലും എന്താ പറയുക, ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ബിക്കോസ് നമ്മുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് വെറും മണ്ടത്തരാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ത് തരം ന്യായീകരണമാണ്? പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് ഇവരെ വീട്ടിൽ കയറ്റാൻ ഇവരുടെ വീട്ടുകാർ പോലും വീട്ടിൽ കയറ്റുന്നില്ല, പിന്നെ എന്തിനും നാട്ടുകാർ ഇവരെ അംഗീകരിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ്. എടാ നാണം കെട്ട ജന്തുക്കളെ, വൃത്തികെട്ട ജന്തുക്കളെ, ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്ന സമയത്തൊന്ന് തലയിൽ തീട്ടത്തിന് പകരം ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവർ ഉണ്ടാവുന്നതാണോ? അവർ പൊട്ടിമുളയ്ക്കുന്നതാണോ? ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായതല്ലേ? എങ്ങനെയാണ്, ആരാണ് ഉണ്ടാക്കുന്നത്? ഈ ഉണ്ടായവർ ഒരിക്കലും എന്താണ് ജനിക്കണതിന് മുന്നേ എനിക്ക് നിങ്ങളെ തന്നെ തന്തയെന്നും തള്ളയെന്നും വിളിക്കണം എന്ന് അവർ ഷാഠ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ കൈയും കാലും പിടിച്ചിട്ടോ ഒന്നും അല്ലല്ലോ ഇവർ ആരുടെയും മക്കളായിട്ട് വന്ന് ജനിച്ചത്. അത് എന്താണ് പറയുക, ഒരു സ്ത്രീയും പുരുഷനും പ്രേമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഇടയിൽ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്നു. അതിലൂടെ അവനവൻ്റെ ഇഷ്ടപ്രകാരം അവനവൻ്റെ ആവശ്യപ്രകാരം ഒരു കുഞ്ഞ് എന്താണ് പറയുക ഇവരുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവരുടെ ആവശ്യപ്രകാരം ഒരു കുഞ്ഞ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാവുന്ന സമയത്ത് അത് ഈ പറഞ്ഞ LGBTQ എന്തെങ്കിലും ആവുന്ന സമയത്ത് അതായതിനു ശേഷം ഇവരെ ചവിട്ടി പുറത്താക്കുക എന്ന് പറയുന്ന പരിപാടി എന്തും നാറിയ ഏർപ്പാടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതെന്ത് പരിപാടിയാണ്? അപ്പോൾ ചില ആൾക്കാർക്ക് നിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അംഗീകരിക്കുമോ? എൻ്റെ വീട്ടിലിപ്പോൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് പറയുക, അത് എൻ്റെ കൈയും കാലും പിടിച്ചിട്ടായിരിക്കുമല്ലോ അല്ലല്ലോ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അല്ലല്ലോ, എൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാവുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജെൻഡർ എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമുക്ക് തലയൂരാനൊന്നും പറ്റത്തൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെൻറ്റിൽ നിന്നും തലയൂരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ശരിയല്ലല്ലോ. ഹ്യൂമൻസ് അല്ലേ?
ജനിക്കുന്നത്, അല്ലാണ്ട് ഏലിയൻസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അവരെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ടും സ്നേഹവും പിന്തുണയൊക്കെ കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യുക. എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. കുറേ ആൾക്കാർ അങ്ങനെ ചോദിക്കും, നിൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ സമ്മതിക്കും. ഞാൻ വീഡിയോ എടുക്കുന്ന ആളല്ലേ, ഞാനതോട് ഓർപ്പിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പിള്ളേർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും ഉള്ള ഊമ്പിയ ചിന്താഗതിയുള്ള ആളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മൈ ലൈഫ്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ എന്നുള്ളത് മാത്രമേ എനിക്ക് മാറ്ററുള്ളൂ. അതിൻ്റെ അകത്ത് അപ്പോഴും എന്താ പറയുക, എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓക്കെ ആവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ അങ്ങനെ ആൾക്കാരുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ്, ഐ വിൽ മേക്ക് ദം സ്പെഷ്യൽ, അല്ലെങ്കിൽ ഐ വിൽ ട്രീറ്റ് ദം ലൈക്ക് ദ സ്പെഷ്യൽ. ഐ എം നോട്ട് ഗോയിങ് ടു ഹേർട്ട് ദം, ഐ എം നോട്ട് ഗോയിങ് ടു കിക്ക് ദം ഔട്ട്. അത്രയേ ഉള്ളൂ. അത് നിലപാട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. കാര്യം എന്താണ്, നമ്മുടെ കൈയും കാര്യം പിടിച്ചിട്ടുണ്ടാവുന്നവരല്ല, നമ്മുടെ ആവശ്യപ്രകാരം നമ്മുടെ ഇഷ്ടപ്രകാരമാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ കിടന്നിട്ട് ന്യായീകരിച്ചിട്ട് മെഴുകൊന്നും വേണ്ട ആരും. പിന്നെ ലക്ഷ്മിയുടെ കഴിഞ്ഞിട്ടില്ല. ലക്ഷ്മിക്ക് നല്ല കൊട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ വന്ന് പൊരിച്ച് അടക്കി ചോദിച്ചില്ലേ, നിങ്ങളുടെ ഒന്നും ചിലവിലൊന്നും അല്ലല്ലോ ജീവിക്കണമെന്നുള്ളത്. അതൊക്കെ കിട്ടിയ അട്ടിയാണ്. അത് അവിടെ ഇരിക്കുക. കഴിഞ്ഞിട്ടില്ലേ, ഇനി ഒനിയലിൻ്റെ കേസിൽ വരാനുണ്ട്. അതുകൂടി കിട്ടുമ്പോഴേക്കും പൂർത്തിയാവും. ഞായറാഴ്ച കിട്ടും. അതും ഇതുപോലെ എന്താ പറയുക, ഭീകര അലിഗേഷനൊക്കെ അല്ലേ വെച്ചിരിക്കുന്നത്. അവർ കണ്ടിട്ടില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അലിഗേഷൻ കയറി പിടിച്ചു എന്നുള്ളൊരു കൈൻഡ് ഓഫ് അലിഗേഷനൊക്കെ വെക്കുമ്പോൾ അതെങ്ങനെയാണ് കാണാത്തൊരു കാര്യം എങ്ങനെയാണ് അങ്ങനൊരു രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അത് പറഞ്ഞു എന്ന് മാത്രമല്ല, മസ്താനി പറഞ്ഞതിൻ്റെ ആ ഒരു അറിവിൽ മാത്രം, ആ ഒരു മനസ്സിലാക്കലിൽ മാത്രം വെച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ ഒനിയലിന് നേരെ നാവ് പൊക്കിയത്, അയാളുടെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് പോയത്. എന്നിട്ടിപ്പോൾ പുറകെ നടന്നിട്ട് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് മാപ്പ് പറഞ്ഞാൽ തീരണ കാര്യമൊന്നുമല്ല. അത് ഈ ശരി ഞാൻ റൂക്ക് ഇട്ട് മാട്ട് കേൾക്കുന്നുള്ള പേടിച്ചിട്ടുള്ള മാപ്പ് ചോദിച്ച് നടക്കലാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഒരു മാപ്പിൽ തീരണ പരിപാടി ഇത് നല്ല ആട്ട് കിട്ടുന്ന കേസാണ്. അത് നാറ് തന്നെ വേണം. അങ്ങനെ പറഞ്ഞ് ശീലിക്കരുത്. അതിൻ്റെ അകത്താണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ പ്രതികരിക്കുക. അല്ലെങ്കിൽ വായ അടച്ച് നാവാടാതെ മൂലയ്ക്ക് പോയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒനിയിലെന്താ മനുഷ്യനല്ലേ. അനിയിൽ ആ കൺഫെഷൻ റൂമിൻ്റെ അകത്ത് ഇരുന്നിട്ട് കരയുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ ഒരുമാതിരി ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. അയ്യോ ഭയങ്കര, അയാൾ എത്ര വീക്കായിട്ടുണ്ടാവും. അയാൾ പറയുന്നുണ്ട് അയാളുടെ അച്ഛനും അമ്മയൊക്കെ വയ്യാതിരിക്കുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. അയാളെന്താ, അയാൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അയാളുടെ നാട്ടുകാരുണ്ട്. ഈ ഷോ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് അയാളെ മോശക്കാരനാക്കിയിട്ടുള്ള രീതിയിൽ പറയുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ലക്ഷ്മി കാണിക്കുന്നത്. എങ്ങനെ അത് യോനിലിനെ ബാധിക്കും മാനസികമായിട്ട്? 30-35-40 ദിവസമായിട്ട് അതിൻ്റെ അകത്ത് ആരെയും കാണാതെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പോവുകയാണ്, കണ്ട ആൾക്കാരെ തന്നെ കണ്ടിട്ട്. ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് ഒന്നാമതേ വല്ലാത്ത മാനസികാവസ്ഥയായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാത്ത സാധനവും കൂടി തലയ്ക്ക് വെച്ച് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്യുന്നത് ഭയങ്കര ബ്രൂട്ടലായിട്ടായിരിക്കും. മനസ്സിൻ്റെ അകത്ത് മുറിവേൽക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു മുറിച്ച ഒരവസ്ഥയായിരിക്കും അത്. അപ്പോൾ അത് കിട്ടാനുണ്ട്, അതിനുള്ളത് കിട്ടും ഞായറാഴ്ച. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നന്നായിട്ട് തന്നെ കിട്ടട്ടെ. എങ്ങനെയാണ്, നമുക്കാരെയും ബുള്ളി ഒന്നും വേണ്ട. പക്ഷേ ചെയ്യുന്ന പാപങ്ങൾക്ക് കിട്ടേണ്ട കൂലി കൃത്യമായിട്ട് കണക്ക് തെറ്റാതെ കറക്റ്റ് സമയത്ത് കിട്ടണം. അതാണ് ന്യായം. അത് ഇത്തരത്തിലുള്ള ഷോവിൻ്റെ അകത്താണെങ്കിലും ശരി, ആ ഹൗസിൻ്റെ പുറത്ത് മറ്റ് ജീവിതത്തിൻ്റെ അകത്താണെങ്കിലും ശരി.